നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീരജ, ഇതെന്തെങ്കിലും വിഷയാവോ? ഇല്ല, ഇതെന്റെ ഉറച്ച തീരുമാനം. മാറില്ല. വിവേകിനൊപ്പം എന്റെ വീട്ടിൽ താമസിക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്നാലും ഒന്നുകൂടൊന്ന് ആലോചിച്ച്. ഇതൊരു വാശിപ്പുറത്ത് മാത്രം എടുത്ത തീരുമാനമല്ല. എന്റെ അമ്മയുടെ മുമ്പിൽ നീയും ഒത്ത് ഒരുമിച്ച് ജീവിച്ച് കാണിക്കണോ എനിക്ക്. അതിന് എന്ത് തടസ്സം വന്നാലും എനിക്ക് വിഷയമല്ല. വിവേകിന് പേടിയുണ്ടോ? നീയുള്ളപ്പോ ഞാനാരെ പേടിക്കാനാ? എന്നാ വാ. നീരജേ, എന്താ നിന്റെ ഉദ്ദേശം? ഇവൻ ഈ മുറ്റത്ത് കാല് കുത്തരുതെന്നും ഇവനോടൊപ്പം നിന്നെ കണ്ടുപോകരുതെന്നും നിനക്ക് താക്കീത് തന്നിട്ടുള്ളതല്ലേ? പിന്നെന്ത് ധൈര്യത്തിലാ ഇവന്റെ കൈയും പിടിച്ച് നീ വീട്ടിലേക്ക് കയറി വന്നത്? ഇത് എന്റെ വീടായതുകൊണ്ട് ഇനി മുതൽ എന്റെ വീട്ടില് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും. അതിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ വരണ്ട. ചോദ്യം ചെയ്യും. നിന്റെ ഒരു തോന്നിവാസം ഈ വീട്ടിൽ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവിടെ ആരെ എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. നിന്നോട് ഇവിടെ വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ഞാൻ വിളിച്ചിട്ടാ വിവേക് വന്നത്. ഇനി മുതൽ വിവേക് താമസിക്കുന്നത് ഇവിടെയാ. ഓ, അപ്പൊ അവിടെ വരെ ആയോ കാര്യങ്ങള്? മര്യാദക്ക് നീ ഇവിടെ ഇറങ്ങിക്കോ, ഇല്ലെങ്കിൽ നിന്റെ കഴുത്തിന് പിടിച്ച് ഞാൻ പുറത്തെറിയും. നാണോ ഇല്ലടാ ഇവളുടെ വാക്കും കേട്ടി ഇങ്ങനെ കോലം കെട്ടി നടക്കാൻ? വിവേക് എങ്ങോട്ടും പോകുന്നില്ല. ആരും വിവേകിനെ തൊടാനും പോകുന്നില്ല. വിവേക് ഇന്ന് മുതൽ ഇവിടെ താമസിക്കുമെന്ന് പറഞ്ഞില്ലേ? ഞാൻ സമ്മതിച്ചില്ലെങ്കിലോ? നിങ്ങളുടെ സമ്മതം ആർക്ക് വേണം? നിങ്ങക്ക് തോന്നും പോലെ ജീവിക്കാമെങ്കിൽ എനിക്കും ആവാം. എന്നെ ഭരിക്കാൻ നിങ്ങൾ വരണ്ട. വിവേക് വാ. അവിടെ നിൽക്കാനാ ഞാൻ പറഞ്ഞത്. നിന്റെ തോന്നിയാസം ഇവിടെ നടക്കില്ല. നടക്കും. ഇവിടെ ഞാൻ നടത്തും. എന്നെ തടയാൻ നോക്കണ്ട. നിക്കടി ഇവിടെ. അഹങ്കാരം കാണിക്കുന്നോ? നീരജേ, മോളെ, മോളെ, നീരജെ കഥക് തുറക്കാനാ പറഞ്ഞത്. നീരജെ, അച്ഛൻ കണ്ടില്ലേ? എന്താ ഞാൻ ചെയ്യാ? നീരജേ, കഥക് തുറക്കാനാ പറഞ്ഞത്. നീരജേ, കഥക് തുറക്കാൻ. എന്താ സ്വസ്ഥായിട്ട് നീ ഇരിക്കാൻ സമ്മതിക്കില്ലേ? സ്വസ്ഥമായിട്ട് നീ ഇരുന്നോളൂ, പക്ഷെ അകത്തുള്ളവൻ പുറത്തു പോണം. ഇവിടെ അവനെ ഇരുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് ആരുടെ സമ്മതം വേണ്ടെന്ന്. വേണം, എന്റെ സമ്മതം വേണം. മുത്തശ്ശന്റെ സമ്മതം വേണം. തോന്നുന്ന പോലെ ജീവിക്കാൻ ഇത് സത്രമൊന്നുമല്ല. ഇറങ്ങടാ ഇവിടുന്ന്. മര്യാദക്ക് ഇറങ്ങി പോവാനാ പറഞ്ഞത്. ഇല്ലെങ്കിൽ കഴുത്തിന് പിടിച്ച് പുറത്തിറക്കും ഞാൻ. ആകെ സമനില തെറ്റി നിൽക്കുക ഞാൻ. ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് എന്നെ പറയാൻ പറ്റില്ല. ഇറങ്ങിക്കോടെ ഇവിടുന്ന്. വിവേക് എങ്ങും പോകുന്നില്ല. മിണ്ടരുത് നീ. ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്ന്. ഇറങ്ങിപ്പോവാൻ. എന്നാ ഞാനും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും. അടങ്ങി നിന്നോണം. ഇവൻ മാത്രം ഇവിടുന്ന് പോണം. ഇവൻ മാത്രം. ഇറങ്ങടാ വിടയില്. ഇങ്ങോട്ട് ഇറങ്ങടാ. ഇറങ്ങിപ്പോടാ. വിവേക് എങ്ങും പോകുന്നില്ല. മിണ്ടരുത്. ഇറങ്ങടാ. ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്ന്. ഇങ്ങനെ എന്നെ അപമാനിക്കാനാണോ നീ എന്നെ വിളിച്ചോണ്ട് വന്നേ? ഞാൻ വലിഞ്ഞേറി വന്നൊന്നല്ല. ഇവിടെ താമസിക്കാന്ന് പറഞ്ഞ് നിങ്ങളുടെ മകളെ എന്നെ വിളിച്ചോണ്ട് വന്നേ. താമസിപ്പിക്കാം. നിന്നെ ഞാൻ എന്റെ വീട്ടിൽ താമസിപ്പിക്കാം. ഇറങ്ങാനാ പറഞ്ഞത് വെളിയില്. നിങ്ങൾ കൂടുതൽ ഷോ ഒന്നും കാണിക്കണ്ട. ഇവളുടെ അമ്മയായി പോയി. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം നിങ്ങൾ അറിഞ്ഞാനേ. വീട്ടിൽ കയറുന്ന അനാവശ്യം പറയുന്നോടാ. ഇറങ്ങി പോടാ.
മാറി നിൽക്ക്. ഏയ്, നിന്നെ, ഏയ്, അടയ്ക്കുന്നു. തുറക്കാനല്ലേ പറഞ്ഞേ? നീരജ, നീരജ, ഇറങ്ങി പോടാ അവിടുന്ന്. ഓ ഡാ, നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ലേടാ? നിങ്ങൾക്ക് എന്നെ ഇപ്പൊ ഇവിടെ നിന്ന് ഇറക്കിവിടാം. പക്ഷേ നിങ്ങളുടെ മകളുടെ മനസ്സിൽ നിന്ന് എന്നെ ഇറക്കിവിടാൻ പറ്റില്ല. എന്നെ തല്ലിയ ഈ കൈകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്നെ സ്വീകരിക്കേണ്ടി വരും. ഓർത്തു വെച്ചോ. മേലാൽ എന്റെ കുഞ്ഞിന്റെ നിഴൽ വെട്ടത്ത് പോലും കണ്ടുപോയിക്കരുത് നിന്നെ. വാച്ചാ, ഈ കടലിലെ തിര എണ്ണാനാണോ ഓഫീസിൽ പോലും വിടാതെ മുത്തശ്ശനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്താ മുത്തശ്ശി, എന്തോ എന്നോട് പറയാനുണ്ടല്ലോ? ഓരോരുത്തരുടെയും വിഷമങ്ങളുടെ വലിപ്പം അവരവർക്ക് മാത്രമേ അറിയൂ, അല്ലേ മോളെ? അത് മറ്റൊരാൾക്ക് ഉൾക്കൊള്ളുന്നതിന് പരിധിയുണ്ട്, അല്ലേ? എത്രയൊക്കെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാലും അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിന്റെ വലിപ്പം അറിയത്തുള്ളൂ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ മോളെ? എന്താ മുത്തശ്ശി ഇപ്പൊ എങ്ങനെയെല്ലാം പറയുന്നേ? നിന്റെ അവസ്ഥ മുത്തശ്ശിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞതാ. എന്റെ അവസ്ഥ അങ്ങനെ ആർക്കും മനസ്സിലാവില്ല മുത്തശ്ശി. മുത്തശ്ശിക്കറിയോ, കല്യാണത്തിന് മുൻപ് ഞാനും നന്ദനും കൂടി ഈ കടൽ തീരത്ത് വന്നിരുന്നു. ഒരുപാട് കടൽക്കാറ്റ് കൊണ്ട് ചേർന്നിരുന്നു. അന്ന് നന്ദൻ എന്റെ കാതല് സാഹിത്യഭാഷയിൽ ഒരു കാര്യം പറഞ്ഞു. ഇവിടെ ഇപ്പൊ വന്നപ്പോ ആദ്യം എനിക്ക് ഓർമ്മ വന്നത് അതാ. കടൽ തീരത്തെ ഈ മണൽത്തരികളെ ഞാൻ ഇന്ന് എണ്ണി തീരുന്നു, അന്ന് ഞാൻ നിന്നെ മറക്കും. അങ്ങനെ പറഞ്ഞ നന്ദൻ ഇപ്പൊ എന്നെ നകന്നുകൊണ്ടിരിക്കുകയാണെന്ന് മുത്തശ്ശിക്കറിയോ? ചില വാക്കുകൾക്ക് ചില പ്രത്യേകതകളുണ്ട് മോളെ. പറഞ്ഞ ആള് മറന്നാലും കേൾക്കുന്ന ആള് മറക്കില്ല. അതൊക്കെ പോട്ടെ, മുത്തശ്ശി എന്തിനാ ഈ കടൽ തീരത്തേക്ക് എന്നെ കൊണ്ടുവന്ന്? വെറുതെ ഇത്തിരി ശുദ്ധമായി ശ്വസിക്കാൻ, ഒന്ന് ഫ്രീ ആവാൻ, മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ. എന്താ അത് വേണ്ടേ? മോളെ, ഒന്നിനെ കുറിച്ചും അധികം ആലോചിക്കരുത്. അത് ചിലപ്പോ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് ഒന്നിനെ കുറിച്ചും ഇപ്പൊ ചിന്തിക്കണ്ട കേട്ടോ. മനസ്സിൽ ഒരുപാട് നന്മയുള്ളവളാ നീയാ. അതുകൊണ്ടാ നീ ഭൂമി ദേവിയെ പോലെ സർവ്വതും സഹിച്ച് ആ വീട്ടിൽ തന്നെ ജീവിക്കുന്നത്. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് നിന്റെ അത്ര ക്ഷമയും സഹനശക്തിയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ ക്രെഡിറ്റ് നിന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ടതാ. പാവം, എത്രമാത്രം സഹിക്കുന്നുണ്ടല്ലേ. അമ്മ എന്നത് ഒരു സത്യമാണ് മോളെ. മക്കൾക്ക് വേണ്ടി എന്ത് സഹിക്കാൻ, എന്തിന് സ്വന്തം ജീവൻ വരെ കൊടുക്കാൻ അമ്മ തയ്യാറാവൂ. നന്ദിത അങ്ങനെയുടെ അമ്മയാണ്. നന്ദിത ചെയ്തത് തെറ്റും ശരിയും. ചിലരുടെ കണ്ണിൽ തെറ്റ്, മറ്റു ചിലരുടെ കണ്ണിൽ ശരി. ശരിപക്ഷത്ത് നിൽക്കാനാ ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. കാരണം നന്ദിത എനിക്കറിയാം. പക്ഷേ നന്ദിതയുടെ ഏറ്റവും വലിയ ട്രാജഡി എന്താണെന്നറിയോ? അവളെ മനസ്സിലാക്കാൻ അവളുടെ മക്കൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ്. നീ മനസ്സിലാക്കിയിട്ടുണ്ടോ നിന്റെ അമ്മയെ? ആരും മനസ്സിലാക്കിയിട്ടില്ല ആ പാവത്തെ. ഒന്നിനെ അധികമായി സ്നേഹിക്കരുതെന്ന് വലിയ തത്വം നന്ദിത മാറുന്നു. മക്കളെ മാറോട് ചേർത്ത് ജീവിച്ച അവൾക്ക് ഒടുവിൽ കിട്ടിയതോ മകൾ തന്നെ അവളെ തള്ളി പറഞ്ഞില്ലേ? അത് നന്ദിതയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തായിരുന്നു. മുത്തശ്ശി നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കുറെ തത്വം പറഞ്ഞ് കേൾപ്പിക്കാനൊന്നുമല്ല,
നീ മനസ്സിലാക്കണം നിന്റെ അമ്മയെ ചൊല്ലിയാണ് നിന്റെ ജീവിതം താറുമാറാ